അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ രാജിവെക്കണം എന്ന ആവശ്യത്തോടെ രൂക്ഷമായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രതികരിച്ചു. എനിക്കല്പം വെട്ടിക്കലും തട്ടിക്കലും പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. നിനക്ക് നിർത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പേരിൽ രാജിവെക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. പരാജയത്തിന്റെ പേരിൽ രാജിവെക്കില്ല. രാജി ചോദിച്ച് ആരും വരേണ്ടെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇതൊരൊഴിയാബാധയല്ലോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചടന്നു. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടല്ല. മത്തം കുത്തിയാ കുമ്പളം മുളക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പില് സീറ്റുകൾ കുറഞ്ഞു പോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പ കാണും. രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കും. അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നു. കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമല്ല. വേല എന്നോട് കാണിക്കരുത്. സ്ഥലം മെനക്കെടുത്താതെ താൻ വേഗം വണ്ടി എടുത്തോണ്ട് പൊക്കോ. ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ BJP ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളത്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവുക. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. മനസ്സിലാക്കി കളഞ്ഞല്ല. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.